ഈ ലോകത്തുള്ള സകലതിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും സ്കൂളിൽ ആറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്കൂളിൽ പഠിച്ചതിൻ്റെ ഓർമ്മ അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആറ്റം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഒരു ചിത്രം വരുന്നുണ്ടാകും. നടുക്ക് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും ചുറ്റും നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ പോകുന്നത് പോലെ വ്യക്തമായ ഓർബിറ്റുകളിൽ കൂടെയൊക്കെ കറങ്ങുന്ന ഇലക്ട്രോൺസും, ഇങ്ങനൊരു ആറ്റം സ്ട്രക്ചർ കൃത്യമായി പറഞ്ഞാൽ അത് ബോർ മോഡൽ ഓഫ് ആറ്റമാണ് മനസ്സിൽ വരുന്നുണ്ടാവും. പക്ഷേ ആറ്റങ്ങളുടെ ഘടന എന്താണ്, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് ബോർ മോഡലാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അതൊരു തെറ്റായ ഉത്തരമാണ്. ഒരുപക്ഷെ പഠിച്ച കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലായ ആറ്റം സ്ട്രക്ചർ ബോർ മോഡലാണ് എന്നതായിരിക്കാം കാരണം. എന്തു തന്നെയായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ആറ്റങ്ങൾ, അവ എങ്ങനെ ഇരിക്കുന്നു, അവയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് നമുക്കെങ്ങനെയാണ് മനസ്സിലായത് തുടങ്ങിയ കാര്യങ്ങളാണ്. ആറ്റങ്ങളെക്കുറിച്ച്. ആറ്റം എന്ന വാക്ക് സത്യത്തിലുണ്ടാകുന്നത് ഇൻഡിവിസിബിൾ, ഇനി മുറിക്കാനാകാത്തത് എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ആറ്റങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ആശയങ്ങൾ വളരെ പഴക്കമുള്ള ആശയങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കണാദനെ പോലുള്ള ചില ദാർശനികരും ഗ്രീസിൽ ഡെമോക്രറ്റിസിനെ പോലുള്ള ചില ആളുകളുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പദാർത്ഥം എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ എന്ന് പറയുന്ന സൂക്ഷ്മ കണികകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കണികകളെ ഇനി മുറിക്കാൻ കഴിയില്ല. പദാർത്ഥത്തെ നമ്മൾ കീറിമുറിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ആറ്റങ്ങൾ എന്ന കണികകളിലാണ്. അവയെ ഇനി മുറിക്കാനാവില്ല. അറ്റോമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് ഇൻഡിവിസിബിൾ എന്ന അർത്ഥത്തിലാണ് ഡെമോക്രറ്റിസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ആശയങ്ങളെല്ലാം തന്നെ തീർത്തും ഫിലോസഫിക്കലായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ദ്രവ്യം, ഈ മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് ചെന്നപ്പോൾ അവർ എത്തിച്ചേർന്നൊരു കൺക്ലൂഷനാണ് ഇനി മുറിക്കാനാവാത്ത അതിസൂക്ഷ്മമായ കണികകൾ. എന്നാൽ ഇതിന് നിരീക്ഷണങ്ങളുടെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളുടെയോ ഒന്നും ഒരു പിൻബലവും ഉണ്ടായിരുന്നില്ല. സോ പ്യൂർലി സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ആശയങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മോഡേൺ സയൻസിൽ ആറ്റം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ തുടക്കമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ആറ്റം എന്ന് വിളിക്കുന്ന കണികയോട് സാമ്യമുള്ള ആശയം ആദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്നത് 1800കളുടെ എന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജോൺ ഡാൾട്ടനാണ്. അദ്ദേഹമാണ് ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇന്നത്തെ ആറ്റം എന്ന് പറയുന്ന ആശയത്തിൻ്റെ തുടക്കക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിൽ നടന്ന പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒരു പിൻബലമുണ്ടായിരുന്നു. നമുക്കറിയാം 19ാം നൂറ്റാണ്ട് തുടക്കമൊക്കെ ആകുമ്പോൾ ലാവോയ്സിയെ പോലുള്ള ആളുകൾ രാസമൂലകങ്ങളെക്കുറിച്ചും അവ തമ്മിൽ സംയോജിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ധാരണകൾ കെമിസ്ട്രിയിൽ ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച്, ആവർത്തന പട്ടികയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മളത് വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ വീഡിയോ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കാണാവുന്നതാണ്. അപ്പോൾ അതുവരെയുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥത്തിനെ നിർമ്മിച്ചിരിക്കുന്ന അവസാന ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റങ്ങളാണ് എന്നും അവ ഒരേ തരം ആറ്റങ്ങൾ ചേർന്നാണ് ഒരു പ്രത്യേക എലമെൻറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവയുടെ എണ്ണം ഫിക്സ്ഡ് ആണ് എന്നും അവ ഹോൾ നമ്പേഴ്സായിട്ട് എപ്പോഴും ആറ്റങ്ങൾ മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെ ആ റേഷ്യോ നിലനിർത്തുന്നത് ആറ്റങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരാതെ മുറിക്കപ്പെടാതെ ഹോൾ നമ്പർ പ്രപ്പോർഷനിൽ മാത്രം ജോയിൻ ചെയ്യുന്നുകൊണ്ടാണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജോൺ ഡാൾട്ടനാണ് മുമ്പോട്ട് വെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഡിക്റ്റീവ് പവറുള്ള സിദ്ധാന്തം കൂടിയായിരുന്നു. അതായത് ആറ്റങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് പ്രഡിക്റ്റീവ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് സിദ്ധാന്തം ഇങ്ങനെയാണെങ്കിൽ ഇന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ എന്ത് ഫലം നമുക്ക് കിട്ടുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് സിദ്ധാന്തത്തിൻ്റെ ശക്തി നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്റ്റീവ് പവറുള്ള ആദ്യത്തെ ആറ്റം എന്ന ആശയം ജോൺ ഡാൾട്ടൻ്റെതാണ്. അത് 1800കളുടെ തുടക്കത്തിലാണ്. ആ ആശയം ഒരുപാട് കാലം ഇങ്ങനെ മാറാതെ നിന്നു. അതായത് ഏറ്റവും വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്, അവയ്ക്ക് മുറിക്കാൻ കഴിയാത്ത ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്, അതിനും താഴെ ദ്രവ്യമില്ല എന്നാണ്. പക്ഷേ 1897 ജെ തോംസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കാഥോഡ് റേസ് എന്നറിയപ്പെടുന്ന ഒരുതരം വികിരണങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതായത് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് നിന്നും നമ്മൾ വായുവിനെ വാക്വം പമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്ത ശേഷം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അകത്ത് രണ്ട് ഇലക്ട്രിക് ടെർമിനൽ വെച്ച് അവയ്ക്കിടയിൽ ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 10,000 വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാഥോഡ് എന്ന് പറയുന്ന എൻഡിൽ നിന്നും ആനോഡ് എന്ന് പറയുന്ന എൻഡിലേക്ക് ചാർജുള്ള ഒരു റേഡിയേഷൻ, ഒരു പ്രവാഹം അദ്ദേഹം നിരീക്ഷിച്ചു. അതിനെയാണ് കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. ഈ ചാർജുള്ള ഈ പ്രവാഹത്തെ, ഈ വികിരണങ്ങളെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ, ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡൊക്കെ ചാർജുള്ള വസ്തുക്കളെ അവയുടെ നേരെ ആകർഷിക്കുകയും അവയുടെ പാത മാറ്റുകയും ചെയ്യും, ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് എത്രത്തോളം വളഞ്ഞു,
എന്ന് കൃത്യമായി നിരീക്ഷിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോകുന്ന സംഗതിക്ക് എത്ര ഭാരമുണ്ട്, മാസ് എത്ര ഉണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആ പോകുന്ന സംഗതിയുടെ മാസും അതിൻ്റെ ചാർജും ചേർന്നാണ് അത് എത്രത്തോളം വളയുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കാഥോഡ് റേസിൻ്റെ മാസ് മാത്രമായിട്ട് നമുക്ക് അളക്കാൻ കഴിയില്ല, കാരണം അത് എത്രത്തോളം വളയുമെന്ന് മാത്രമാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അതിൽ ചാർജും സ്വാധീനിക്കും, മാസും സ്വാധീനിക്കും. പക്ഷേ ഈ ഒരു കണക്കുകൂട്ടൽ ജെ ജെ തോംസൺ ചെയ്യുമ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടെത്തലാണ്. ഈ പോകുന്ന കാഥോഡ് റേയിലെ വസ്തുക്കൾ, കണികകൾക്ക് ഭാരം വളരെ വളരെ കുറവാണ്. അതുവരെയുള്ള നമ്മുടെ ധാരണ വെച്ചിട്ട്, പ്രത്യേകിച്ച് ഈ ലോ ഓഫ് പ്രൊപ്പോർഷൻസ് ഒക്കെ അനുസരിച്ച് മൂലകങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുകയും അവ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നിന്നും മൂലകങ്ങൾക്ക് ഓരോന്നിനും എത്ര ഭാരമുണ്ട് എന്ന ആശയം അതിനു മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും ഭാരം കുറഞ്ഞ കണിക എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണെങ്കിൽ, എല്ലാ മൂലകങ്ങളെയും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റം ആയിരിക്കണം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷേ കാഥോഡ് റേസിലെ കണികകളുടെ മാസ് അളക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനേക്കാൾ 1000-1 2000-1 ഉള്ളൂ ഈ മാസ്. അപ്പോൾ ആറ്റങ്ങളെ ഇനി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും ചെറിയ ആറ്റമായ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 2000-1 മാത്രം മാസുള്ള ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അപ്പോൾ അതിനർത്ഥം ആറ്റങ്ങളെക്കാൾ ചെറിയ കണികകൾ ഈ ലോകത്തുണ്ട്. പക്ഷേ അവയ്ക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. ആറ്റങ്ങൾ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ ആറ്റങ്ങളെക്കാൾ ചെറിയ നെഗറ്റീവ് ചാർജുള്ള കണികകളുണ്ട് എന്നുണ്ടെങ്കിൽ ആറ്റങ്ങളിൽ ഈ നെഗറ്റീവ് ചാർജുള്ള കണികകൾ മാത്രമല്ല, കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ക്യാൻസൽ ചെയ്യുന്ന പോസിറ്റീവ് ചാർജും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആറ്റങ്ങൾക്ക് ഇനിയൊരു കൂടുതലൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇല്ല എന്നും അവയാണ് നമുക്ക് വിഘടിച്ച് എത്തിക്കാവുന്ന ഏറ്റവും ചെറിയ കണിക എന്നുള്ള ധാരണ വിപ്ലവകരമായിട്ട് തിരുത്തുന്നത് 1897 ഇലക്ട്രോണിനെ കണ്ടെത്തിയ ജെ ജെ തോംസനാണ്. അപ്പോൾ അദ്ദേഹം ആറ്റങ്ങളുടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ സ്വന്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആശയം നമ്മൾ പറഞ്ഞു. വളരെ ഭാരം കുറഞ്ഞ ഈ കണികകൾ അദ്ദേഹം അതിനെ ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ചാർജ് എന്നർത്ഥമുള്ള ഇലക്ട്ര എന്നുള്ള വാക്കാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത്. ചാർജുള്ള ഏറ്റവും ചെറിയ കണികകൾ, ആറ്റത്തേക്കാൾ വളരെ വളരെ ചെറുത് ഇലക്ട്രോൺസ് എന്ന കണികയെ തോംസൺ കണ്ടെത്തുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് ആറ്റങ്ങളിലുള്ളത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എത്രയുണ്ടോ അതിന് തുല്യമായ അളവുള്ള പോസിറ്റീവ് ചാർജും ആറ്റത്തിലുണ്ട്. അങ്ങനെ ജെ ജെ തോംസൺ ആറ്റത്തിൻ്റെ ഒരു ഘടന അവതരിപ്പിക്കുന്നത് അതിനെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. അതായത് ഒരു പുഡിംഗ് ഉണ്ടെങ്കിൽ ആ പുഡിങ്ങിൻ്റെ സ്ഥാനത്തുള്ളത് പോസിറ്റീവ് ചാർജാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ നല്ല ഉപമ തണ്ണിമത്തൻ്റെ ഉപമയാണ്. ആ തണ്ണിമത്തൻ്റെ ഫ്ലഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും അതിനുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അതിൻ്റെ വിത്തുകൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ആണെങ്കിൽ ആ തണ്ണിമത്തനെ പോലെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന ആറ്റം സ്ട്രക്ചർ ആദ്യമായിട്ട് ജെ ജെ തോംസൺ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ജെ ജെ തോംസൻ്റെ ഈ ആറ്റം മോഡൽ വരുമ്പോൾ, ഈ മോഡൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആറ്റങ്ങൾ എങ്ങനെ ഇരുന്നാലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ ദ്രവ്യം പെരുമാറുക എന്ന് വിശദീകരിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കുന്ന ഒരു മോഡലാണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആറ്റം മോഡൽ എന്ന് വിളിക്കുന്നത്. കാരണം ആറ്റങ്ങളുടെ വലിപ്പം നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആക്സസ് ചെയ്യുന്നതിനേക്കാൾ വളരെ 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 ചെറുതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൊട്ടുസൂചിയുടെ ഒരു മൊട്ടുണ്ടല്ലോ, ആ മൊട്ടുസൂചിയുടെ മൊട്ട് എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 150 ചുവന്ന രക്താണുക്കളെ ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതായത് അതിൻ്റെ മൊട്ടുസൂചിയുടെ മൊട്ടിൻ്റെ ഡയമീറ്ററിൽ നമ്മളിങ്ങനെ ചുവന്ന രക്താണുക്കൾ അടുക്കി കഴിഞ്ഞാൽ ഒരു 150 രക്താണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മൊട്ടുസൂചിയുടെ പിന്ന് കവർ ചെയ്യാൻ പറ്റൂ. അത്രയും ചെറുതാണ് ഒരു ചുവന്ന രക്താണു. ഇതുപോലൊരു ചുവന്ന രക്താണു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് 65,000 ഓക്സിജൻ ആറ്റം വേണ്ടി വരും. 65,000 ഓക്സിജൻ ആറ്റം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അറേഞ്ച് ചെയ്താൽ മാത്രമേ ഒരു ചുവന്ന രക്താണുവിൻ്റെ ഡയമീറ്റർ ആവും. അതുപോലുള്ള 150 ചുവന്ന രക്താണുക്കൾ ഒരു മൊട്ടുസൂചിയുടെ മൊട്ടിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആറ്റങ്ങൾ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത ഇത്രയും ചെറിയ വലിപ്പമുള്ള കണികകളാണ്. അപ്പോൾ അവയെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കലോ കാണിച്ചു കൊടുക്കലോ അസാധ്യമാണ്. അവ എങ്ങനെയായിരിക്കും എന്ന മോഡലുകളാണ് എല്ലാ കാലത്തും മനുഷ്യനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജെ ജെ തോംസൻ്റെ മോഡൽ വരുന്നതോടുകൂടി ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്, ഇലക്ട്രോലൈറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു. എന്നാൽ ഡാൾട്ടൻ്റെ ആറ്റം മോഡലുകൾക്ക് നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചൊന്നുള്ള വിശദീകരണം സാധ്യമായിരുന്നില്ല. അപ്പോൾ ഒരു വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ ആറ്റത്തെക്കുറിച്ചുള്ള ധാരണയെ പരിഷ്കരിക്കുന്നത് ആദ്യം ജെ ജെ തോംസൺ ആണ്. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. തോംസന് ശേഷം ജെ ജെ റദർഫോർഡ് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ PhD സ്റ്റുഡൻസ് ആയിരുന്ന ഗീഗർ മാഴ്സ്ഡൻ, ഈ 2 പേരെ കൊണ്ടാണ് റദർഫോർഡ് ഈ പരീക്ഷണം ചെയ്യിക്കുന്നത്. വളരെ കനം കുറഞ്ഞ ഒരു ഗോൾഡ് ഫോയിൽ, ഒരു സ്വർണത്തിൻ്റെ ചെറിയൊരു പാളി
അതിലൂടെ അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത് ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകളാണ്. അതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റംസിൻ്റെ പോസിറ്റീവ് ചാർജുള്ള 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ആയിരിക്കുമല്ലോ ഹീലിയം ന്യൂക്ലിയസ്. ഇതിനെ റേഡിയോ ആക്ടിവിറ്റിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതോടുകൂടി റദർഫോർഡ് ഈ ഗോൾഡ് ഫോയിലിലേക്ക് ഈ ഹീലിയം ന്യൂക്ലിയസുകളെ ആൽഫ പാർട്ടിക്കിൾസിനെ അയച്ചു. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ജെ തോംസൻ്റേതുപോലെയാണ് ആറ്റത്തിൻ്റെ ഘടന എന്നുണ്ടെങ്കിൽ ഈ ഗോൾഡ് ഫോയിലിൻ്റെ പ്രത്യേകത അത് വളരെ തിന്നായിട്ടൊരു ഷീറ്റ് ആയതുകൊണ്ട് അത് വളരെ കുറച്ച് ആറ്റങ്ങളെ ഉണ്ടാവും. അപ്പോൾ ആറ്റങ്ങളുടെ ഒരു നിരയിലേക്കാണ് ഈ നമ്മുടെ ഹീലിയം ന്യൂക്ലിയസുകൾ ചെന്ന് ഇടിക്കുന്നത്. പക്ഷേ ആറ്റങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആറ്റങ്ങൾ എന്ന് പറയുന്നത് തോംസൻ്റെ ധാരണ അനുസരിച്ചിട്ട് പോസിറ്റീവ് ചാർജുള്ള ഗോളങ്ങളാണ്. അവയ്ക്കുള്ളിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ വിത്തുകൾ പോലെ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ആറ്റങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ അതിലേക്ക് ഹീലിയം ന്യൂക്ലിയസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസുകൾക്കും പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ വെള്ളത്തിലേക്ക് വെടിവെച്ചാൽ ബുള്ളറ്റുകൾക്ക് സംഭവിക്കുന്ന പോലെ ഒരു സ്ലോ ഡൗൺ സംഭവിക്കും. കാരണം പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ കണികകൾ എങ്ങനെയാണ് സ്ലോ ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പഠിക്കാനാണ് റദർഫോർഡ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം കണ്ടെത്തിയ പരീക്ഷണ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഭൂരിഭാഗം ഹീലിയം ന്യൂക്ലിയസുകളും ഈ ഗോൾഡ് ഫോയിൽ കൂടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ അങ്ങ് കടന്നുപോയി. പോസിറ്റീവ് ചാർജിൽ ഒന്നും ചെന്ന് ഇടിക്കാതെ തന്നെ കടന്നുപോയി. വളരെ കുറച്ച് ഹീലിയം ന്യൂക്ലിയസുകൾക്ക് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് ചെറിയൊരു പാത വ്യത്യാസം വന്നു. എന്നാൽ വളരെ ചെറിയൊരു ശതമാനം ഹീലിയം ന്യൂക്ലിയസുകൾക്ക് വന്ന അതേ ദിശയിലേക്ക് നേരെ ഇടിച്ചിട്ട് നേരെ തിരിച്ചു പോകുന്ന രീതിയിൽ അവർ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. ഈ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളമാണ് ആറ്റം പൊതുവിലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്നും റദർഫോർഡ് എത്തുന്ന ഒരു കൺക്ലൂഷൻ, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് അങ്ങനെ സ്പ്രെഡായി കിടക്കുകയല്ല, മറിച്ച് വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ അത് ഇലക്ട്രോണിൻ്റെ മൊത്തം ചാർജുകൾക്ക് തുല്യമായേ പറ്റൂ. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അതിന് തുല്യമായ എണ്ണം പ്രോട്ടോണുകൾ എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള കണികകൾ ആറ്റത്തിൻ്റെ സെൻട്രൽ വളരെ ചെറിയൊരു ഏരിയയിലേക്ക്, ആ ഏരിയ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടേക്ക് വരുന്ന ഹീലിയം ന്യൂക്ലിയസുകളുടെ എത്ര പെർസെൻറ്റേജ് നേരെ പിന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു, എത്ര പെർസെൻറ്റേജ് കടന്നുപോയി എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി അളന്നെടുത്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നും കണക്കാക്കിയെടുക്കുന്ന നമ്പർ വളരെ രസകരമായിരുന്നു. ആറ്റത്തിൻ്റെ മൊത്തം വലിപ്പം എത്രയാണോ അതിൻ്റെ 10,000-ത്തിലൊരു അംശം മാത്രം വലിപ്പമുള്ളൊരു ചെറിയ ഏരിയയിലാണ് ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എംറ്റി ആണ്. അതിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ അതിൻ്റെ നടുക്കുള്ള അതിൻ്റെ കേന്ദ്രത്തിലുള്ള ചെറിയ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവിടെയാണ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് ചുറ്റും ഒരു വലിയ സ്പേസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ റദർഫോർഡ് ജെ തോംസൻ്റെ ആറ്റം മോഡൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി സ്വന്തമായി ഒരു പുതിയ റിവൈസ്ഡ് ആറ്റം മോഡൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കിയത് ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ വളരെ ചെറിയൊരു റീജിയനിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളതെന്നാണ്. അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസുകൾ കറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സാമ്യം തോന്നിയത് സോളാർ സിസ്റ്റത്തിൻ്റെ ഘടനയോടാണ്. നടുക്ക് സൂര്യൻ, അതിന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ആറ്റം മോഡൽ റദർഫോർഡ് അവതരിപ്പിക്കുന്നു. അങ്ങനെ 1911 റദർഫോർഡ് അവതരിപ്പിച്ച ആറ്റം മോഡലിലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു ആശയം ആദ്യമായിട്ട് വരുന്നത്. അതൊരു വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു. ആറ്റത്തിൻ്റെ ഭൂരിഭാഗം ഏരിയയും എംറ്റി ആണ്. വളരെ ചെറിയൊരു ഏരിയയിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. ഈ വലിയ ഒരു പ്രദേശത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ വളരെ വാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യപ്പെട്ടുന്ന അവസ്ഥയിലാണ് ആറ്റത്തിലുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ. പക്ഷേ ഈ ആറ്റം മോഡലിന് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം അതിനകം നമുക്കറിയാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ആക്സിലറേഷന് വിധേയമാകുന്ന ചാർജുള്ള കണികകൾക്ക് റേഡിയേഷൻ പുറത്തേക്ക് വിടേണ്ടി വരും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അവയുടെ സഞ്ചാരപാതയ്ക്കോ വളവോ മറ്റോ സംഭവിക്കുകയോ അല്ലെങ്കിൽ ദിശാവ്യത്യാസം വരികയോ വേഗത്തിൽ വ്യത്യാസം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് കറങ്ങണമെങ്കിൽ, ഈ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും പോകുന്ന പോലെ കറങ്ങണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ആക്സിലറേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിന് റേഡിയേഷൻ പുറത്തേക്ക് വിടണം. റേഡിയേഷൻ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഊർജ്ജം നഷ്ടപ്പെടുക എന്ന് കൂടിയാണ് അർത്ഥം. അപ്പോൾ ഊർജ്ജം നഷ്ടപ്പെടുമ്പോൾ ഇലക്ട്രോണിന് കൂടുതൽ ന്യൂക്ലിയസിന് അടുത്തേക്ക് ചെല്ലേണ്ടി വരും. അപ്പോൾ അപ്പോഴും ഇത് കറങ്ങിക്കൊണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അതിന് റേഡിയേഷൻ നഷ്ടപ്പെടുത്തുകയും അതുവഴി ഊർജ്ജം കുറഞ്ഞ് അത് കൂടുതൽ ന്യൂക്ലിയസിനോട് അടുത്ത് വരികയും ഒടുവിൽ ഇലക്ട്രോൺസ് സ്പൈറൽ ചെയ്ത് ഒരു സ്പൈറൽ ആകൃതിയുള്ള രീതിയിൽ കറങ്ങി ഇലക്ട്രോൺസ് ചെന്ന് ന്യൂക്ലിയസിൽ വീഴണം. അങ്ങനെ ആറ്റംസ് തന്നെ കൊളാപ്സ് ചെയ്യണം. പക്ഷേ ആറ്റംസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഈ ദ്രവ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആറ്റങ്ങളുണ്ട്. അപ്പോൾ പ്ലാനറ്ററി മോഡൽ എന്ന രീതിയിൽ റദർഫോർഡ് അവതരിപ്പിച്ച ഈ സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ ആറ്റം മോഡലിന് ഇങ്ങനെ ഗൗരവകരമായ ഒരു പ്രശ്നമുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കുന്നത് 1911 ഈ റദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വരുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഡോക്ടറൽ സ്റ്റുഡൻറ്റ്, അതായത് PhD ഒക്കെ ഫിനിഷ് ചെയ്തതിനു ശേഷം കൂടുതൽ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുകയുണ്ടായി. ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് നീൽസ് ബോർ എന്നാണ്.
1913 നീൽസ് ബോർ സ്വന്തം അഡ്വൈസറായിരുന്ന റദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലിൽ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നു. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് 1901 മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ വിശദീകരിക്കാൻ വേണ്ടി മാക്സ് പ്ലാങ്ക് അവതരിപ്പിച്ച ക്വാണ്ടം സിദ്ധാന്തം. എനർജിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകാൻ കഴിയില്ല എന്നും അത് പാക്കറ്റുകളായിട്ട് മാത്രമേ കൈമാറ്റം ചെയ്യാൻ കഴിയൂ എന്നുമാണ് ക്വാണ്ടം സിദ്ധാന്തം പറയുന്നത്. ആ കാലത്ത് മാക്സ് പ്ലാങ്കിന് തന്നെ ആ സിദ്ധാന്തത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നീട് 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാങ്കിൻ്റെ ഈ സിദ്ധാന്തം ഉപയോഗിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നീൽസ് ബോറും ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞ ഈ ആശയത്തെ ആറ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ആശയം റദർഫോർഡ് പറഞ്ഞതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കൃത്യമായ ഓർബിറ്റിൽ കറങ്ങുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ ഓർബിറ്റിലും ഇലക്ട്രോൺസിന് കറങ്ങാൻ പറ്റില്ല. ഏതൊരു ഓർബിറ്റിലും ഇലക്ട്രോൺസിന് നിൽക്കാൻ കഴിയില്ല. ചില പ്രത്യേക ഓർബിറ്റുകളിൽ മാത്രമേ ഇലക്ട്രോൺസിന് കറങ്ങാൻ പറ്റൂ. അവ കറങ്ങുമ്പോൾ അവയുടെ ഊർജ്ജം ഫിക്സ്ഡ് ആയിരിക്കും. അത്തരം ഓർബിറ്റുകളെ അദ്ദേഹം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് വിളിച്ചത്. അതായത് അവിടെ ആ പ്രത്യേക ഓർബിറ്റുകളിൽ കറങ്ങുമ്പോൾ അവയ്ക്ക് ഊർജ്ജം നഷ്ടപ്പെടില്ല, അവയുടെ ഊർജ്ജം സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ഇലക്ട്രോൺസിന് ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് പോകാൻ മാത്രമേ കഴിയൂ. നേരെ പതുക്കെ പോകാൻ കഴിയില്ല, അവയ്ക്ക് ചാടാനേ കഴിയൂ. എന്നാൽ എനർജി ലെവൽ ഇങ്ങനെ ഫിക്സ്ഡ് ആകുന്നതിന് കാരണം തുടർച്ചയായിട്ട് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ റദർഫോർഡ് ആറ്റം മോഡലിൽ നമ്മൾ പ്രശ്നം പറഞ്ഞപ്പോൾ സംഭവിച്ചതുപോലെ ഇങ്ങനെ സ്പൈറൽ ചെയ്ത് അകത്തോട്ട് പോകാൻ പറ്റും. പക്ഷേ തുടർച്ചയായിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ക്വാണ്ടം തിയറി പറയുന്നത്. അതിന് പാക്കറ്റ്സ് ആയിട്ട് മാത്രമേ കളയാൻ പറ്റൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിന് ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഓർബിറ്റുകൾക്കിടയിൽ എത്ര എനർജി ഡിഫറൻസ് ഉണ്ടോ കൃത്യം അത്ര എനർജിക്ക് തുല്യമായിട്ടുള്ള എനർജി പാക്കറ്റ് അതിന് റിസീവ് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ പുറത്തു വിടേണ്ടിയോ വരും. അങ്ങനെയാണ് എനർജി ലെവൽ ജമ്പിങ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്, സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു ആറ്റം മോഡൽ മുമ്പോട്ട് വെക്കുന്നത് ബോറാണ്. അതാണ് ബോർ ആറ്റം മോഡൽ. അദ്ദേഹം ഇലക്ട്രോണുകൾക്ക് കൃത്യമായ ചില ഗുണങ്ങൾ ഉള്ള പ്രോപ്പർട്ടീസിന് ചില കണ്ടീഷൻസ് വെച്ചിട്ടുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്ന ഗുണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ആ കണ്ടീഷൻ അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള ചില ഫിക്സഡ് ഓർബിറ്റുകൾ മാത്രമേ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് ചുറ്റും പോകാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു ഐഡിയ ബോർ മോഡൽ മുമ്പോട്ട് വരുന്നു. അത് കുറേയേറെ കാര്യങ്ങൾക്ക് വിശദീകരണം ഉണ്ടായി. ഉദാഹരണത്തിന് സ്പെക്ട്രം, ചില ഗ്യാസിനെയൊക്കെ എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ എന്ന് കാണാൻ പറ്റും. അതിനാണ് ആ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് റദർഫോർഡിൻ്റെ വരെയുള്ള ആറ്റം മോഡൽ വെച്ച് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഫിക്സഡ് എനർജി ഓർബിറ്റുകൾ എന്ന് പറയുന്ന ആശയം വരുന്നതോടുകൂടി ഈ സ്പെക്ട്രങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാനുള്ള സാധ്യത കൂടിയാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ നീൽസ് ബോറിൻ്റെ ബോർ ആറ്റം മോഡൽ ആ ഒരു പുതിയ റെവല്യൂഷനായിരുന്നു. അത് 1913 പക്ഷേ 1913 ശേഷം പിന്നെ ഒരു 1920 എത്തുമ്പോൾ ഫിസിക്സിൽ പുതിയ ചില വിപ്ലവങ്ങൾ ഇതിന് പാരലായിട്ട് സംഭവിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്. പ്ലാങ്ക് അവതരിപ്പിച്ചത് ക്വാണ്ടം തിയറി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ അവിടെ നിന്നും ഒരു പടി കൂടി കടന്ന് പുതിയ ക്വാണ്ടം ആശയങ്ങൾ ഒരു പുതുതലമുറ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ എർവിൻ ഷ്രോഡിംഗർ, വെർണർ ഹൈസൻബർഗ്, ഇങ്ങനെ കുറേ ആളുകൾ, ലൂയി ഡിബ്രോയ്, ഇങ്ങനെയുള്ള കുറേ ആളുകൾ പുതിയ പുതിയ ചില റെവല്യൂഷണറി ആശയങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അനിശ്ചിതത്വ തത്വം പറയുന്നത് സൂക്ഷ്മ കണികകളെ ഒരിക്കലും നമുക്കൊരു ചെറിയ റീജിയനിലേക്ക് ഒതുക്കിയിരുത്താൻ പറ്റില്ല. അവയ്ക്ക് എപ്പോഴും വലിയ ഏരിയയിൽ സ്പ്രെഡായിട്ട് നിൽക്കേണ്ടി വരും. അത് അനിശ്ചിതത്വ തത്വം എന്ന് പറയുന്ന പ്രകൃതിയുടെ അടിസ്ഥാന ഒരു തത്വമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ എർവിൻ ഷ്രോഡിംഗർ ഇലക്ട്രോൺസിന് പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. അതായത് ഇലക്ട്രോണിന് പ്രത്യേക സ്ഥലത്ത് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിൽ ഒരു ഏരിയ മാത്രമേ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റൂ. അവിടെ ഇലക്ട്രോൺ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ പുതിയ ആശയങ്ങൾ. അതുപോലെ ഡിബ്രോയിയുടെ ഐഡിയ എന്ന് പറയുന്നത് കണികകൾക്ക് തരംഗ സ്വഭാവം കൂടി കാണിക്കാൻ കഴിയും. കണികൾക്ക് എപ്പോഴും തരംഗത്തിൻ്റെയും കണികകളുടെയും സ്വഭാവം കാണിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതൊന്നും അതുവരെയുള്ള ബോർ ആറ്റം മോഡലിലെ കണികകളുടെ സ്വഭാവമായിട്ട് മാച്ച് ആകുന്നതല്ല. അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഒരാളുടെ പേരിലല്ല അറിയപ്പെടുന്നത്. അതുകൊണ്ട് ബോർ ആറ്റം മോഡൽ വരെയാണ് ഓരോ ആളിൻ്റെ പേരിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിന് പേര് കൊടുക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ ഐഡിയകൾ പാരലായിട്ട് ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസിലൂടെ വന്നതാണ്. അപ്പോൾ 1920 ഇപ്പോൾ ബോറിൻ്റെ മോഡൽ ഗണിതശാസ്ത്രപരമായിട്ട് നമുക്ക് വിവരിക്കണമെന്നുണ്ടെങ്കിൽ 1 ഇലക്ട്രോണും 2 ഇലക്ട്രോണും ഒക്കെ ഉള്ള ആറ്റങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ മെനി ഇലക്ട്രോൺ കേസസിലേക്ക് വരുമ്പോൾ, കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള വലിയ ആറ്റങ്ങളിലേക്ക് വരുമ്പോൾ ബോർ മോഡൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്പെക്ട്രത്തെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പെക്ട്രത്തിലെ ഓരോ വരകളും പിന്നെയും കൂടുതൽ വരകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ബോറിൻ്റെ ആറ്റം മോഡൽ വെച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നപ്പോൾ പുതിയ ഒരുപാട് ആശയങ്ങൾ അതിലേക്ക് വന്നു. അങ്ങനെ
പൂർണ്ണമായും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മാറി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നൊരു ആറ്റം വന്നു. അപ്പോൾ ഓർബിറ്റ് എന്ന് പറയുന്ന വാക്കിന് പകരം ഓർബിറ്റൽ എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കാണപ്പെടാൻ സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. അതിൽ തന്നെ കൂടുതൽ സാധ്യതയുള്ള മേഖലകളും കുറവ് സാധ്യതയുള്ള മേഖലകളുമുണ്ട്. അങ്ങനെ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെയാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ആ ഇലക്ട്രോണിൻ്റെ പ്രത്യേക ഇലക്ട്രോണിൻ്റെ എനർജി എത്രയുണ്ട്, അതിന് എത്രത്തോളം ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനൊക്കെ അനുസരിച്ചിട്ട് അത് കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലയുടെ ഷേപ്പ് മാറും, വലിപ്പം മാറും. അങ്ങനെയാണ് നമ്മൾ പക്ഷേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഗോളാകൃതിയുള്ള എസ് ഓർബിറ്റലും ഡംബൽ ഷേപ്പുള്ള പി ഓർബിറ്റലും ഒക്കെ നമ്മൾ പറയുന്നത്. അതൊന്നും ഷേപ്പുള്ള വസ്തുക്കളല്ല, ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യതയുള്ള ആ പ്രദേശത്തെയാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ 1920 ഉണ്ടാകുന്നു. ഓർബിറ്റൽ എന്ന് പറയുന്ന ആശയമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വരച്ച് കാണിക്കാൻ കഴിയുന്ന അവസാനത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ബോർ മോഡൽ ആയതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ എത്ര വരെ പഠിച്ചാലും ഈ ആറ്റത്തിൻ്റെ മോഡൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നത്. പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വരുമ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജിനെ കൗണ്ടറാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതിന് തുല്യമായ ചാർജുള്ള ഇലക്ട്രോണുകളാണ് അതിന് ചുറ്റുമുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ആറ്റത്തിന് ന്യൂട്രൽ ആയിരിക്കേണ്ട ആവശ്യമുള്ളതെന്നുള്ളതുകൊണ്ട്. പക്ഷേ വേറൊരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ടായിരുന്നു. ന്യൂക്ലിയസിലെ ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടോൺസ് ആണ് ന്യൂക്ലിയസിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ ആറ്റത്തിന് എത്രയാണോ മാസ് ഉണ്ടാവേണ്ടത് അതിനേക്കാൾ മാസ് കൂടുതലാണ് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും ആറ്റങ്ങൾക്കുള്ളത്. പലപ്പോഴും ഇരട്ടി മാസ് ഉള്ളതുപോലെ പെരുമാറുന്നു. അപ്പോൾ അടുത്ത പ്രശ്നം, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾക്ക് ഒരുമിച്ച് ന്യൂക്ലിയസിലേക്ക് ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ, അവ വൈദ്യുതപരമായിട്ട് പരസ്പരം വികർഷിച്ചുകൊണ്ടിരിക്കുന്ന കണികളാണ്, ഒരു തടസ്സമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് പുതിയൊരു ചാർജ് ഇല്ലാത്തൊരു കണിക കൂടി ന്യൂക്ലിയസിനകത്ത് ഉണ്ടാകുമെന്ന് റദർഫോർഡ് സൂചിപ്പിക്കുന്നത്. ആ കണികയെ കണ്ടെത്തുന്നത് 1932 റദർഫോർഡിൻ്റെ മറ്റൊരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജെയിംസ് ചാഡ്വിക് ആണ്. അദ്ദേഹമാണ് ഈ ന്യൂക്ലിയസിൽ ഇത്രയും മാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചാർജ് ഇല്ലാത്ത പ്രോട്ടോണിൻ്റെ തന്നെ മാസുള്ള ഒരു കണിക, എന്നാൽ അതിന് ചാർജ് ഉണ്ടാവില്ല. ചാർജ് ഉണ്ടെങ്കിൽ അത് പ്രോട്ടോണിൻ്റെ ഐഡൻറ്റിറ്റിയെ ബാധിക്കും. ഒരു കണിക, ഒരു സെറ്റ് കണികകൾ കൂടി ന്യൂക്ലിയസിനുണ്ടാകുമെന്ന് ആലോചിക്കുകയും അത് പിന്നീട് പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചാഡ്വിക് 1932 ന്യൂട്രോണിനെ കണ്ടുപിടിക്കുന്നതോടുകൂടി ന്യൂക്ലിയസിൽ പ്രോട്ടോൺ മാത്രമല്ല ന്യൂട്രോൺ എന്ന ചാർജ് ഇല്ലാത്ത കണികൾ കൂടി, അവയ്ക്ക് പ്രോട്ടോണിൻ്റെ അതേ മാസ് ഉണ്ടാവും, പക്ഷേ മിക്കപ്പോഴും അവ പ്രോട്ടോണുകൾക്ക് തുല്യമായ എണ്ണത്തിൽ ന്യൂക്ലിയസിൽ പ്രസൻ്റ് ആണ്. അത് കണ്ടെത്തുന്നു. അതിനുശേഷം 1960കളിലേക്ക് വരുമ്പോൾ ജെൽമാൻ, മുറെ ഇങ്ങനെയുള്ള കുറേ ശാസ്ത്രജ്ഞർ പുതിയ ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് വരികയാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് സാങ്കേതിക വിദ്യ കൂടുതൽ വലുതാകുകയും ഈ സൂക്ഷ്മ കണികളെ പരസ്പരം ഹൈ എനർജി സ്റ്റേറ്റിൽ എത്തിച്ച് കൂട്ടിയിടിപ്പിക്കാനൊക്കെയുള്ള സാധ്യതകൾ വരുന്നതോടുകൂടി പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെക്കാളും ചെറിയ കണികകളെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഫണ്ടമെൻ്റൽ അല്ല എന്നും അവയെ നിർമ്മിച്ചിരിക്കുന്ന കൂടുതൽ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നൊക്കെയുള്ള ധാരണകൾ 1960കളോടുകൂടി വരുന്നു. അവയെ പിന്നീട് ക്വാർക്കുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കണികകളെ പല ആറ്റങ്ങളെ, പല ആറ്റം ന്യൂക്ലിയസുകളെ ഹൈ എനർജിയിൽ കൊളൈഡ് ചെയ്യിക്കുമ്പോൾ ഈ പുതുതായിട്ട് വരുന്ന കണികൾ എങ്ങനെ കൂട്ടിയിടിക്കുന്നു, പുതുതായിട്ടുണ്ടാകുന്ന കണികൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അവയുടെ പാത എങ്ങനെയാണ്, അവയുടെ ചാർജ്, മാസ്, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പല തരത്തിലുള്ള പല വെറൈറ്റി കണികകൾ, പാർട്ടിക്കിൾ സൂ എന്നാണ് അതിനെ അന്ന് വിളിച്ചത്, ഒരുപാട് പുതിയ കണികകൾ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ഈ കണികകളെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറഞ്ഞൊരു പുതിയ സിദ്ധാന്തം 1960കളുടെ അവസാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നൊരു ഐഡിയ, എല്ലാത്തിനെയും നിർമ്മിച്ചിരിക്കുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഐഡിയ, അല്ലെങ്കിൽ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഐഡിയ അതോടുകൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് ക്വാർക്സ്, ലെപ്റ്റോൺസ് തുടങ്ങിയ കണികകളെയാണ്. ക്വാർക്സ് എന്ന് പറയുന്നത് ക്വാർക്കുകൾ ചേർന്നാണ് പ്രോട്ടോണുകൾ, ന്യൂട്രോണുകളും പോലുള്ള കണികൾ ഉണ്ടായിരിക്കുന്നത്. പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ ന്യൂക്ലിയസിലുള്ള കണികൾ എന്ന അർത്ഥത്തിൽ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ലെപ്റ്റോൺസിന് ഉദാഹരണമാണ്. വേറെയും ഒരുപാട് ക്വാർക്കുകളും ലെപ്റ്റോൺസും ഒക്കെ ലഭ്യമാണ്. പക്ഷേ ആറ്റങ്ങൾക്കുള്ളിൽ അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക് എന്നിങ്ങനെ 2 ക്വാർക്കുകളും ഇലക്ട്രോൺ എന്ന് പറയുന്ന ലെപ്റ്റോണുമേ ഉള്ളൂ. കൂടുതൽ അടുത്ത ജനറേഷൻ ലെപ്റ്റോണുകളും ക്വാർക്കുകളും ഉണ്ട്. പക്ഷേ അവയ്ക്ക് പൊതുവെ സ്റ്റെബിലിറ്റി കുറവാണ്. നമ്മൾ കാണുന്ന ആറ്റങ്ങളിൽ ഇവ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണികകളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആറ്റത്തിനുള്ളിൽ നമ്മളിപ്പോൾ കാണുന്ന അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഇലക്ട്രോൺ എന്ന ലെപ്റ്റോൺ, ഇതിന് പുറമെയുള്ള പൊതുവെ കണികളെല്ലാം ഹയർ ജനറേഷൻ ക്വാർക്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് മോഡലിൽ അങ്ങനെ മൊത്തം 16 കണികകളുണ്ട്. അതിൽ കുറേ കണികകൾ മാറ്ററിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ വേറെ കുറച്ച് കണികൾ മാറ്ററിനെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ മീഡിയേറ്റ് ചെയ്യുന്ന കണികളാണ്. അവയെ പൊതുവെ നമ്മൾ വെക്റ്റർ ബോസോൺസ് എന്നൊക്കെയാണ് വിളിക്കാറ്. ഇതിൽ പ്രോട്ടോണിനെയും തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്ന
ഒരു ബലമുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അത് പ്രോട്ടോണിനെയും തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്ന പറയുമ്പോൾ നമ്മൾ അതിനകത്തൊരു പ്രശ്നം കാണണം. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജാണുള്ളത്. ഒരേ ചാർജുള്ള പ്രോട്ടോൺസ് അങ്ങനെ അടുത്ത് വന്നാൽ അവ പരസ്പരം റിപ്പൽ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് റിപ്പൽ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ബലം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന കണികകളെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോൺസ് എന്നാണ്. ഫോട്ടോൺസ് വേറൊരു ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്ന കണികകളാണ്. അത് സ്റ്റാൻഡേർഡ് മോഡലിലുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ്. എന്നാൽ അതിനെ മറികടക്കുന്ന ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ. പക്ഷേ അത് ഷോർട്ട് റേഞ്ച് എന്ന് വിളിക്കാൻ കാരണം ഒരു ന്യൂക്ലിയസിനോളം ചെറിയ സൈസ് അടുത്തടുത്ത് കണികകൾ വന്നാൽ മാത്രമേ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വർക്ക് ചെയ്യുള്ളൂ. അത് പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ 100 മടങ്ങെങ്കിലും സ്ട്രോങ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റിപ്പൾഷൻ അവിടെ നിൽക്കുമ്പോഴും ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഈ പ്രോട്ടോണുകളെ തമ്മിൽ ചേർത്ത് നിർത്തും. പ്രോട്ടോണുകളെ മാത്രമല്ല, പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ ചേർത്ത് നിർത്താനും സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ സാധിക്കും. അത് ഗ്ലൂവോൺസ് എന്ന് പറയുന്ന മൗലിക കണങ്ങളെ കൈമാറിക്കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ, പിന്നെ വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ, ഇതിനെല്ലാം മീഡിയേറ്റ് ചെയ്യുന്ന കണികകളും ഈ ദ്രവ്യത്തെ ഉണ്ടാക്കുന്ന ക്വാർക്കുകളും ലെപ്റ്റോണുകളും ഒക്കെ ചേർന്നതാണ് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന തിയറട്ടിക്കൽ മോഡൽ. അത് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു ആശയമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പല ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെയും മാസ് പൂർണ്ണമായും വിവരിക്കാൻ നിലവിലുള്ള സിദ്ധാന്തങ്ങൾക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് 1960കളുടെ അവസാനം പീറ്റർ ഹിഗ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു ഫീൽഡിൻ്റെ സങ്കല്പം മുമ്പോട്ട് വരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ ക്വാണ്ടം ഫീൽഡ് തിയറി എന്നൊക്കെ പറഞ്ഞ പുതിയ തിയറട്ടിക്കൽ മോഡലിലേക്ക് നമ്മൾ വികസിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഐഡിയ. അത് പക്ഷേ 2012 മാത്രമാണ് നമുക്ക് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ കഴിയുന്നത്. അപ്പോൾ 2012 നമ്മൾ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന കണികയെ കണ്ടെത്തുന്നതോടുകൂടി ഈ സ്റ്റാൻഡേർഡ് മോഡലിൽ പ്രധാനപ്പെട്ട നാഴികക്കല്ല് കൂടിയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആറ്റങ്ങളെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത കണികളെന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ര ഫണ്ടമെൻ്റലൊന്നുമല്ല. അതിലും ചെറിയ സബാറ്റമിക് കണികളും അതിലും ചെറിയ എലമെൻ്ററി പാർട്ടിക്കിൾസും ഒക്കെ ചേർന്നാണ് ദ്രവ്യത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആശയത്തിലാണ് നമ്മൾ ഇന്ന് വന്നു നിൽക്കുന്നത്. അപ്പോൾ ആറ്റങ്ങളെ മനസ്സിലാക്കാനുള്ള നമ്മുടെ യാത്ര ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. കാരണം സ്റ്റാൻഡേർഡ് മോഡലും ഇനിയിപ്പോഴും പൂർണ്ണമല്ല. അതിൽ നമുക്ക് നമുക്ക് ഇനിയും പരിഹരിക്കാനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇനിയും ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ആറ്റങ്ങളെക്കുറിച്ച് ഇത്രയും പറഞ്ഞു നമുക്ക് ചെറിയ ചില കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പങ്കുവെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ആറ്റങ്ങളുടെ 99.999% സ്പേസും എംറ്റിയാണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ഒരു കപ്പലണ്ടിയുടെ വലിപ്പമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് 1 കിലോമീറ്ററെങ്കിലും ദൂരെയാണ് ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ ആറ്റത്തിന് ഈ ഇടയ്ക്കുള്ള ഭാഗമല്ല എംറ്റി സ്പേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി വസ്തുക്കളെ തൊടാൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ ഈ 2 കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ ഒരിക്കലും ഈ കൈയിലെ ആറ്റങ്ങളും ഈ കൈയിലെ ആറ്റങ്ങളും നമ്മൾ ടച്ച് ചെയ്യുന്നതേ ഇല്ല. ഈ ആറ്റങ്ങളുടെ വെളിയിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ഈ ആറ്റങ്ങളെ തമ്മിൽ നമുക്ക് അടുപ്പിച്ചുകൊണ്ട് വരാൻ കഴിയില്ല. അപ്പോൾ ആറ്റങ്ങളുടെ അകത്ത് എംറ്റി സ്പേസ് ആണെന്നുള്ളത് ഒരു കാര്യം. നമുക്കൊരിക്കലും ആറ്റങ്ങൾ ഇത്രയും പരസ്പരം റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് അവയെ തമ്മിൽ ടച്ച് ചെയ്യുക എന്ന് പറയുന്നതും നമുക്ക് അസാധ്യമാണ്. ഇതെല്ലാം ആറ്റം ഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി നേരത്തെ പറഞ്ഞതിൽ നിന്നും ഉത്തരം കിട്ടേണ്ട, എന്നാൽ ഒരുപക്ഷെ ഇപ്പോഴും പലർക്കും ക്ലിയർ ആയിട്ടില്ലാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം വേണം. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് കറങ്ങി ന്യൂക്ലിയസിൽ ചെന്ന് വീഴാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രോൺസ് അങ്ങനെ നിയതമായ ഓർബിറ്റിൽ അങ്ങനെ ആറ്റങ്ങൾക്ക് ചുറ്റും കറങ്ങുകയല്ല ചെയ്യുന്നത്. അവയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്താണെന്ന് പോയിന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പൊസിഷൻ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. സൂക്ഷ്മ ലോകത്ത് ക്വാണ്ടം മെക്കാനിക്സിലെ നിയമങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രകാരം ഇലക്ട്രോൺസിന് നിയതമായ സ്ഥാനമില്ല. അവയുടെ ചാർജുള്ള ഈ കണികകൾ ന്യൂക്ലിയസിന് ചുറ്റും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മേഘപടലം പോലെ, ഒരു ക്ലൗഡായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. തീർച്ചയായിട്ടും നമ്മുടെ കോമൺ സെൻസിന് നിരക്കുന്നതല്ല. ഇലക്ട്രോൺ എന്ന് പറയുന്നൊരു കണികയാണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിന്റ് ചെയ്യാൻ കഴിയണമെന്ന് നമ്മുടെ മനസ്സ് വാശി പിടിക്കും. പക്ഷെ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. ക്വാണ്ടം മെക്കാനിക്സിലെ സിദ്ധാന്തങ്ങൾ അങ്ങനെ വിചിത്രമായവയാണ്. ഒരുപക്ഷെ മറ്റൊരു അവസരത്തിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ നിയമങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിന് കൂടുതൽ വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.